पाछू में ऐसा कोई बंधन अनजाना അളിയാ എവിടെയാ എന്നെ കണ്ടിട്ട് എത്ര നാളായി? എന്തുവാടാ ആട്ടോറിക്ഷയുടെ കിക്കറാ? കിക്കറല്ലെന്ന്, ഇത് പനംപെട്ട വെട്ടത കത്തി. എടാ അത് ഇവിടെ അല്ലേ തൂക്കിയിടേണ്ടത്? അത് തൂക്കിയിട്ടതാ 7 സ്റ്റിച്ചാർന്ന്, 7 സ്റ്റിച്ച്. എടാ നീ ഇവിടെ വന്നത് മീൻ പിടിക്കാനാണോ അതോ ആന എഴുന്നള്ളത്തിന് കൊണ്ടുവന്നാണോ? ഇതെന്താ ഇത്? വലയല്ലാതെ കുളി കഴിഞ്ഞ ഇപ്പൊ ആനയുടെ അടുത്തൊന്ന് പിഴയാൻ വേണ്ടി കൊടുത്താടാവേ. ഈ കോലത്തിലായി പോയി. എന്റെ ദൈവമേ, തല തോർത്താൻ പറയാത്ത ഭാഗ്യം. ഈ തോട് കളഞ്ഞ റംബൂട്ടാൻ പോലെ ആയിപ്പോയി. ഈ വക കൗണ്ടറൊക്കെ ഇവിടെ എനിക്ക് മാത്രം പറയാൻ പെർമിഷൻ ഉള്ളൂ. നീയൊക്കെ പറഞ്ഞാ നീയൊക്കെ അറിയാമോ? നിന്റെ വെറൈറ്റി എന്നൊക്കെ ഇതോണത്തെ. ഇടാ ഇവിടെ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അവര് സമയത്തിന് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് മന്ത്രി ഇവിടെ വന്ന് കാല് കുത്തുന്നതും പൊട്ടാൻ വേണ്ടി ഒരു ഗർഭം കലക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം വേണ്ട, പ്രസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ അപ്പ പൊട്ടുപൊളിയാ. കിടുന്ന സാധനമാണ്. പിന്നെ നീ മാത്രമേ വന്നോളൂ. ആന എന്ത് ഹരിയാനെ കുളിക്കാൻ പോയി. ഇവിടെ ആന ഹരിയാനെ കുളിക്കാൻ പോയി. ഇവിടെ 9 മണിക്ക് എഴുന്നള്ളത്ത് തുടങ്ങേണ്ടതാണ്. ഓ, എന്റെ ആനയുടെ പേരാണ് ഹരി. വേറൊരു കാര്യം, നീ പല അമ്പലപ്പറമ്പുകളിൽ ചെന്ന് പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്കൊരു ഇളക്കം ഉണ്ടല്ലോ, അത് ഈ ഉത്സവപ്പറമ്പ് പറ്റൂല. എന്റെ ഇളക്കത്തിന് ചെറിയ കുറവുണ്ട്. ആന ഒരു രക്ഷയിലിയാ. എന്തുവാളിയാ ഈ പുള്ളി ഉണ്ടല്ലോ, ഇങ്ങനെ നിക്കും. എഴുന്നള്ളത്തിന് ഈ പെമ്പിള്ളേർ ഇങ്ങനെ വരുമ്പോ ഇവന്റെ വായിന്ന് മുല്ലപ്പെരിയാറ് പൊട്ടിയ മാതിരി വെള്ളം തന്നെ. കോഴിയാടാ നിന്റെ ആന. പെണ്ണുങ്ങളെ കണ്ടിട്ടല്ലാതെ ഇവരുടെ ഈ താലത്തിലിരിക്കുന്ന ഈ ശർക്കരയും പഴവും ഈ അരിയൊക്കെ കേട്ടിട്ട് ഇവന് കൊതി നിർബന്ധം. പിന്നെ നിസാര കേസിന് പെണങ്ങൂലവൻ. കഴിഞ്ഞ ദിവസം ക്യൂട്ടച്ചിട്ട് കൊടുത്തില്ല, അത് 3 ദിവസം എന്റെ അടുത്തേക്ക് വന്നില്ലത്. എന്തോന്നടാ എടാ, നിന്റെ കൂടെ അല്ലേ നടക്കുന്നത്? എന്നെ പോലെ തന്നെ നിർബന്ധ ബുദ്ധിയായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാലും എന്റെ ആന നല്ല എക്കോ ഫ്രണ്ട്ലി ആനയാ. മനസ്സിലായില്ല? ഇവൻ ഒരു ദിവസം ഒരു 25 പ്ലാസ്റ്റിക്കിന്റെ കിറ്റ് തിന്നും. എന്നിട്ട് പിണ്ടോടാൻ നേരത്ത് ഓരോ കിറ്റ് പിണ്ടായിട്ട് ഇങ്ങനെ 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 ഇടും. ഇതിന്റെ സംഭവം അറിയാമോ? ഇതിങ്ങനെ കൂടിക്കിടന്ന അവിടെ മാലിന്യം ഉണ്ടാവില്ല. ഓരോ കിറ്റായിട്ട് തൂക്കി ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞാ പോലെ. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ചെലവുണ്ട്. എന്തിന്? ദേവസ്വത്തിൽ ഇന്റർവ്യൂവിനൊക്കെ പോയ കാര്യം ഞാൻ അറിഞ്ഞടാ. എന്റെ പൊന്നാളിയാ, അതൊക്കെ വെറും പ്രഹസനം. എന്തോ, ഞാനൊരു ആനപ്പാപ്പാനല്ലേ. ആനക്കാരന്റെ ഒരു ഒറ്റ ചോദ്യം അവന്മാര് ചോദിച്ചില്ല. ഞാൻ ചെന്ന് കയറിയപ്പോ അവന്മാര് ആദ്യം എന്നോട് ചോദിക്കാം, ലസാഗു കാണാറുണ്ടോന്ന്. 24 മണിക്കൂറും ആനയുടെ അടി കിടക്കണ എന്നോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്? ഒരു ജോലി കിട്ടുന്ന കേസല്ലേ അങ്ങ് കാണിച്ചു കൊടുക്കാത്തത്? കണ്ട, ഇത് അതിലും വലിയ ഭ്രാന്ത്. ദൈവമേ, ഇവിടെ നമ്മൾ അതുണ്ടാ. ഇതേതാടാ ഈ ആന? ബോംബെ കുമാർജിയാ. ആന അല്ലെന്ന്, നമ്മൾ ഇവിടുത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ആളാണ്. കാണിക്കവഞ്ച് കട്ടുകൊണ്ടുപോയ കള്ളൻകുമാരൻ. ഇവിടെ അങ്ങേർക്ക് ബോംബെയിൽ നല്ല കച്ചവടമാണെന്ന്. പിന്നെ വല്ല ബോംബെ പൂടോടെ കച്ചവടമായിരിക്കും, അല്ലാതെ പിന്നെ പുഷ്കർ, तू क्या करता है? കരിമരത്തിന്റെ ഇടയിലൊക്കെ പണിയല്ലേ, കറുത്തു പോകും. അതല്ല പുഷ്കര, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? റോക്കറ്റിന്റെ ഏർപ്പാടായിട്ട് പോകണം. എടാ കള്ള, നിനക്ക് ISRO ജോലി കിട്ടിയ? ISRO എലി വേണം. എലി വേണോ? അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, നിന്നെ തന്നെ ഞാനിവിടെ വെടിമരുന്ന് കാര്യത്തിന് വിളിച്ചെന്താണെന്നറിയാം. നീ നല്ലൊരു വെടിക്കാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് നിന്റെ സ്പെഷ്യൽ എന്താണ്? എന്റെ സ്പെഷ്യൽ ഇതാണ്ട്, ഇത് എലി വേണം, ഇത് പൂച്ച വേണം. രണ്ടും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഒരുപോലെയാണ്. ഈ രണ്ടും നമ്മൾ കത്തിച്ച് മേലോട്ട് വിടും. ആദ്യം പോകുന്നത് എലി വേണം, പിറകിൽ നിന്നെ ഇന്ന് ഞാൻ കൊല്ലുകൊള്ളാ പട്ടീന്ന് വിളിച്ചു പോകുന്നത് പൂച്ച വേണം. നല്ല അടി. എന്റെ ദൈവമേ, ഇത് ആരായി നിൽക്കുന്നത്? ബോംബെ കുമാർജി എന്നെ അങ്ങനെ വിളിക്കാവുള്ളൂ. പിന്നെ വേറെ കാര്യം, നിങ്ങളുടെ ആന വലിയ സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പൈസ എനിക്കൊരു പ്രശ്നമേ അല്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. എനിക്കൊരു താമസത്തിനൊരു റൂം വേണം. അതെങ്ങനെ? നിങ്ങൾ ആനയുടെ കൂടെ ജീവിക്കാൻ നിർത്തി നിങ്ങൾ ആനയുടെ കൂടെ അല്ലേ കിടക്കേണ്ടത്? ഞാൻ ആ പരിപാടി നിർത്തി. ഈ കഴിഞ്ഞ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് വെളുപ്പിനെ എഴുന്നള്ളിപ്പും കഴിഞ്ഞിട്ട് ഞാനും ആനയും കിടന്നു തുടങ്ങുക. അന്നേരം മറ്റേ ജയസൂര്യയുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ, മറ്റേ ആനപ്പിണ്ടത്തിന്റെ, ഇവിടെ ചന്ദനത്തിരിക്ക് വേണ്ടി പിണ്ടം പറക്കാൻ വന്നപ്പോ ഈ കൂട്ടത്തിൽ എന്നെ വരിട്ടിട്ട് കൊണ്ടുവരവേ. അവിടെ ചെന്നിട്ട് കുതിർക്കാൻ വേണ്ടി വെള്ളം തളിച്ചു കഴിഞ്ഞപ്പോ ചാടിയാണ് എന്റെ പിള്ളേരുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും മേശപ്പുറത്തിൽ ഞാന് അറിയാവോ
എന്താണ് ഞാൻ അല്ല, പറഞ്ഞത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യമേ നെഗറ്റീവ് അടിക്കുവാണെന്ന് കരുതരുത്. അയ്യോ ഇപ്പൊ പറഞ്ഞ അഥവാ കംപ്ലീറ്റ് പോസിറ്റീവാ. അതല്ലെന്ന്. അഥവാ ഇന്ന് ഉത്സവം നടക്കുന്നതിനിടക്ക് ആന എങ്ങാനും ഇടഞ്ഞ് എന്ത് ചെയ്യും? ആന ഇടഞ്ഞാൽ ആ. എന്റെ വലത്തെ കൈയിലെ ഈ തോട്ടി ആ. ഇടത്തെ കൈയിലേക്ക് മാറ്റി പിടിക്കും. എന്നിട്ട് കൈ നീട്ടൊരൊറ്റ നിപ്പ അവിടെ നിൽക്കും. ആനയോ? അല്ല, ആദ്യം തന്നെ ബസ് അത് എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ പിടുത്തം. അങ്ങനെയൊക്കെ പോകാനുള്ള പരിപാടി കാര്യങ്ങളും നടക്കത്തില്ല. എന്തായാലും നിങ്ങളൊരു ആനക്കാരനല്ലേ? എന്റെ ഒരു ബുദ്ധി അറിയും വെച്ച് ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ച ഉത്തരം പറയാം. ഇത്ര വലിയ ശരീരത്തിൽ ഇത് കുസൃതിയാ. പക്ഷെ വേറൊരു കാര്യം, ഇത് ഭയങ്കര കോമഡി ഉള്ള ഒരു സംഭവമാണ്. ഉത്തരം പറയാവോ? പറയാം. ചോദിക്കട്ടെ. മതമില്ലാത്ത ആന ഏതാണ്? പറ, ആനക്കാരൻ പറ. പടം വരച്ച ആന. പടം വരച്ച ആനയല്ല. പിന്നെ? വെടിക്കാരൻ പറയൂ. വെടിയാന. അല്ല 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 അല്ല, മതമില്ലാത്ത ആന ഏതാണ്? പറയൂ. തോറ്റു. തോറ്റല്ലോ. ഞാൻ തോറ്റു. ചിരിക്കാൻ റെഡി ആയിക്കോളൂ. ഓക്കെ. ബനാന.